സ്വാഗതം. മാർച്ച് 8 നാം അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കാറുണ്ട്. സ്ത്രീകളുടെ സമത്വം, അവരുടെ അവകാശങ്ങൾ, നേട്ടങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഒരു അവബോധം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുകയും സ്ത്രീ സാധൂകരണം അഥവാ വുമൺ എംപവർമെന്റിനെ കുറിച്ചുള്ള ഒരു പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടിയാണ് നാം ലോക വനിതാ ദിനം ആചരിക്കുന്നത്. ഈ സന്തോഷകരമായിട്ടുള്ള വേളയിൽ ഒരുപാട് മഹത്തരമായിട്ടുള്ള സ്ത്രീ വ്യക്തിത്വങ്ങളെ നാം സ്മരിക്കേണ്ടതുണ്ട്. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഭാരത കോകിലം എന്ന വിളിപ്പേരോടുകൂടി അറിയപ്പെടുന്ന സരോജിനി നായിഡുവിനെ കുറിച്ചാണ്. സരോജിനി നായിഡു ഇന്ത്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ഒരു കവയിത്രിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു. ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ വനിതാ ഗവർണറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷയുമായിരുന്നു സരോജിനി നായിഡു. 1879 ഫെബ്രുവരി 13 ഹൈദരാബാദിലെ അഗർനാഥ് ചട്ടോപതിയുടെയും വരദ സുന്ദരി ദേവിയുടെയും മൂത്ത മകളായി സരോജിനി നായിഡു ജനിച്ചു. സരോജിനിയുടെ ജന്മദിനമായ ഫെബ്രുവരി 13 ഇന്ത്യൻ ദേശീയ വനിതാ ദിനമായി നാം ആഘോഷിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറായിരുന്നു സരോജിനി നായിഡു. 1ാം റാങ്കോടെ തന്നെ മെട്രിക്കുലേഷൻ പാസ്സായതിനെ തുടർന്ന് മദ്രാസ്, ലണ്ടൻ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ഉന്നത വിദ്യാഭ്യാസം തന്നെ കൈവരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഗോവിന്ദ രാജ്മോറായി സരോജിനി പ്രണയത്തിലാവുകയും ഇരുവരും വിവാഹം ചെയ്യുകയും ചെയ്തു. ഈ വിവാഹം അന്നത്തെ കാലത്തൊരു വലിയ പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. 1898 മിശ്ര വിവാഹം അസാധാരണമായൊരു സമയത്ത് ജാതി വ്യവസ്ഥയെ എതിർത്ത് അബ്രാഹ്മണരായ ഗോവിന്ദരാജ നായിഡുവിനെ വിവാഹം ചെയ്തതോടെ ഇവർ സരോജിനി നായിഡുവായി. ഇവർക്ക് 4 മക്കളുണ്ടായിരുന്നു. ഗാന്ധിജിയുടെയും ഗോപാലകൃഷ്ണ ഗോഖലെയുടെയും സ്വാധീനം മൂലം ദേശീയ പ്രസ്ഥാനത്തിൽ ഇറങ്ങിത്തിരിച്ച സരോജിനി നായിഡു ജീവിത അന്ത്യം വരെയും പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയിൽ സരോജിനി നായിഡു വഹിച്ച പങ്ക് വളരെ വലുതാണ്. 1925 കാൺപൂരിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ സരോജിനി നായിഡുവിന് അധ്യക്ഷതാ പദവി നൽകി ആദരിച്ചിരുന്നു. ദേശീയ പ്രസ്ഥാനത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സരോജിനി നായിഡു സാമൂഹിക പരിഷ്കരണം, സാഹിത്യം, സ്ത്രീ വിമോചനം എന്നീ മേഖലകളിലും സജീവമായിരുന്നു. 1930 നടന്ന ദണ്ഡി യാത്രയിൽ പുരുഷന്മാരെ മാത്രം ഉൾപ്പെടുത്തുവാനായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. എന്നാൽ സരോജിനിയുടെ ശക്തമായ ഇടപെടൽ മൂലം സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തുവാൻ ഗാന്ധിജി തീരുമാനിക്കുകയായിരുന്നു. സമരത്തിന്റെ പകുതിയിൽ വെച്ച് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ആ പ്രവർത്തനം സരോജിനി നായിഡു ഏറ്റെടുക്കുകയും ചെയ്തു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനാൽ സരോജിനി നായിഡുവിനെ ബ്രിട്ടീഷുകാർ ജയിലിലടച്ചു. അവർ 21 മാസം പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. 1905 ആദ്യ കവിതാ സമാഹാരമായ ഗോർഡൻ ത്രഷ്ഹോൾഡ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് ദി ഇന്ത്യൻ ലേഡീസ് മാഗസിനിലാണ്. ഇന്ത്യയുടെ നൈറ്റിംഗേൾ എന്നും കൂടി സരോജിനി നായിഡു അറിയപ്പെടുന്നുണ്ട്. പ്രശസ്ത കവയിത്രി കൂടിയായ സരോജിനി നായിഡു ഭാരത കോകിലം എന്നുകൂടിയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 12ാം വയസ്സിൽ ആദ്യ സാഹിത്യ സൃഷ്ടി മഹർ മുനീർ എന്ന നാടകം പുറത്തിറക്കി. 1917 വുമൺ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചു. 1919 റൗലറ്റ് നിയമത്തിനെതിരെയും കൂടി സരോജിനി നായിഡു പോരാടിയിരുന്നു. 1941 മാർച്ച് 2 ലക്നൌവിൽ ഗവൺമെന്റ് ഹൗസിൽ പുലർച്ചെ 3:30 സരോജിനി നായിഡു ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഭാരത കോകിലം എന്ന വിളിപ്പേരോടെ അറിയപ്പെട്ടിരുന്ന അവർ സ്വന്തം കവിതകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ സ്ത്രീശക്തിയും ദേശീയതയും ഉണർത്താൻ വലിയ സംഭാവനകൾ നൽകി. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവകാശങ്ങൾ, രാഷ്ട്രീയ പങ്കാളിത്തം എന്നിവയ്ക്ക് വേണ്ടി അവർ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അവരുടെ സ്വാതന്ത്ര്യം കൂടുതൽ ശക്തിപ്പെടുത്താനായിരിക്കുന്നത്. ഇത്തരം മഹാനായ ഒരു വനിതയെ നമുക്ക് വനിതാ ദിനത്തിൽ ആദരിച്ച് സ്മരിക്കാം.